പ്രൈസ് ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കൃപയാൽ നമുക്കൊരു ദിവസം കൂടി കർത്താവ് ദാനമായിട്ട് തന്നു. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന സമയങ്ങളെല്ലാം കർത്താവിനോടുകൂടി ചെലവഴിക്കുക എന്നുള്ളത് എത്ര ശ്രേഷ്ഠമായ കാര്യമാണ്. ആ മലയിൽ കർത്താവിനോടുകൂടി ആയിരുന്ന മോശ എത്ര ദിവസമായിരുന്നു? 40 രാവും 40 പകലും. ആ മോശ അവിടെ ഇരുന്നപ്പോൾ തനിക്ക് വിശക്കുകയോ ദാഹിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ചിന്തിക്കണം, താൻ വെള്ളം പോലും കുടിച്ചില്ല. ആ ദൈവസന്നിധിയുടെ മാഹാത്മ്യം എത്ര വലുതാ. താൻ ഇറങ്ങി വരുമ്പോൾ എങ്ങനെയായിരുന്നു? തൻ്റെ മുഖം തേജസ്, വളരെ തേജസ്സുള്ളതായിരുന്നു. നോക്കുക, നമ്മുടെ ജീവിതത്തിൽ ദൈവസന്നിധിയിലായിരിക്കാനായിട്ട് നമുക്ക് ലഭിക്കുന്ന സമയങ്ങൾ അതെത്ര വിലപ്പെട്ടതാണ്. ഭക്തന്മാരുടെ ഏക ആഗ്രഹം ദൈവത്തോടു കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. ഇന്നും നമുക്ക് ഈ കർത്താവിനോട് കൂടി ആയിരിക്കാനുള്ള ഭാഗ്യം ദൈവം തന്നിരിക്കുകയാണ്. നമുക്ക് അല്പസമയം കിട്ടുന്നത് നമ്മൾ ദൈവത്തോടു കൂടി ആയിരിക്കുമ്പോൾ അതിനെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളത് വിലപ്പെട്ടൊരു കാര്യമാണ്. അതിനെ ശരിയായ അർത്ഥത്തിൽ നമ്മുടെ കർത്താവ് എത്ര വലിയവനാണ്. ആ വലിയവനായ ദൈവത്തെ ആസ്വദിക്കുക എന്നുള്ളത് ഇതൊരു ആത്മീയന് മാത്രം കഴിയുന്നൊരു കാര്യമാണ്. ജഡികന്മാർക്ക് ദൈവമുള്ള ചിന്താഗതി പോലും പോഷത്വമാണ്. എന്നാൽ ഒരു ആത്മീയനാണെങ്കിൽ അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ദൈവത്തോടു കൂടി ആയിരിക്കുക എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ടല്ലോ, രാജാവാണ്, രാജകൊട്ടാരത്തിൽ ഒന്നിനും പഞ്ഞമില്ല. എന്നാൽ ആ ദാവീദ് പോലും 27-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ ദൈവത്തോടൊരു വരം ചോദിച്ചു. എന്തിനാണ്? ദൈവത്തിൻ്റെ ആ സന്നിധിയിലായിരിക്കുക, ദൈവത്തോടു കൂടെ സമയം ചെലവഴിക്കുക. പ്രിയമുള്ളവരെ, അതിനേക്കാൾ വലിയൊരു നല്ല കാര്യമില്ല. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തുവെന്ന ആ നല്ല അംശം ഇന്നത്തെ ജീവിതത്തിലും നമുക്ക് ദൈവത്തോടു കൂടി ആയിരിക്കാൻ ലഭിച്ചിരിക്കുന്ന ഈ സമയം അത് ജീവിതത്തിലെ ഏറ്റവും നല്ല അംശമായിട്ട് നമുക്ക് കാണാം. നമ്മൾ തിരുവെഴുത്തിലൂടെ നമ്മുടെ കർത്താവിനെ കൂടുതലായി അറിയാനായിട്ട് ആഗ്രഹിച്ച് അതിനെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇവിടെയെല്ലാം നമുക്ക് ദൈവസഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ സത്യങ്ങൾ വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. കാരണം ദൈവം അത്ര ഉന്നതനാണ്. ആ ഉന്നതനായ ആ സ്വർഗീയ പിതാവിനെ ഇവിടെ വെച്ച് തന്നെ നമ്മൾ അറിഞ്ഞ് അവിടുത്തെ സ്നേഹിക്കുന്നത് എത്ര നല്ല കാര്യമല്ലേ. അപ്പോൾ നമ്മളിവിടെ പഠിക്കുന്ന ഈ വിഷയം ത്രിയേക ദൈവം എന്നുള്ള വിഷയമാണ്. ത്രിത്വം എന്നതിനേക്കാളും ത്രിയേക ദൈവം എന്ന് പറയുന്നതാണ് ഏറ്റവും ഉചിതം. അപ്പോൾ ചിന്തിക്കുക, അതിന് ഞാൻ പറഞ്ഞല്ലോ, ത്രിയേക ദൈവം അല്ലെ ത്രിത്വം എന്ന ഒരു പദം നമുക്ക് വേദപുസ്തകത്തിൽ വായിക്കാൻ കഴിയില്ല. എന്നാൽ അതിനെ വെളിപ്പെടുത്തുന്നതായിരിക്കുന്ന അനേക വചനങ്ങൾ തിരുവെഴുത്തിലുണ്ട്. അതുകൊണ്ട് നമുക്ക് ആ സത്യം മനസ്സിലാക്കാനായിട്ട് ഒരു പ്രയാസമില്ല. അതും ദൈവാത്മാവിലാണെങ്കിൽ മാത്രമേ നമുക്കത് വെളിപ്പെട്ട് കിട്ടുകയുള്ളൂ. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇപ്പം നമ്മൾ അങ്ങനെയുള്ള എത്രയോ കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ വചനത്തിൽ പറയുന്നില്ലെങ്കിലും നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നതായിട്ടുള്ള അനേക കാര്യങ്ങളില്ലേ? ഉണ്ട്. വിശ്വാസ സ്നാനം എന്നുള്ള ഒരു കാര്യം വേദപുസ്തകത്തിലുണ്ടോ? എന്ന് പറയാൻ ഒറ്റ വാക്യമായിട്ടുണ്ടോ? വിശ്വാസ സ്നാനം എന്ന ഒരു വാക്കില്ല. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ എന്നുണ്ട്. എന്നാൽ വിശ്വാസ സ്നാനം എന്ന ഒരു വാക്കില്ല. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ഞായറാഴ്ചയും കർത്തൃമേശയ്ക്കായിട്ട് കൂടി വരാറുണ്ട്. നമ്മളതിനെ തിരുവത്താഴം എന്ന് പറയും. തിരുവത്താഴം എന്ന് പറയുന്ന ഒരു വാക്കും നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയില്ല. അങ്ങനെ ഈവൻ നമ്മൾ കർത്താവിൻ്റെ വരവിനെ നോക്കി പാർത്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് കർത്താവിൻ്റെ വരവിൽ ഉത്പ്രാവണം നടക്കും. ഉത്പ്രാവണം എന്ന വാക്കും നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയില്ല. അപ്പോൾ ഇവിടെയെല്ലാം എന്നാൽ ഇതിനെ വെളിപ്പെടുത്തുന്നതായിരിക്കുന്ന വാക്കുകൾ ഈ വേദപുസ്തകത്തിലുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ആ പ്രയോഗങ്ങൾ ചെയ്യാറുള്ളത്. അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഇവിടെ ഈ ത്രിത്വം എന്നുള്ള വിഷയം അത് ഒരു സാമാന്യ രീതിയിൽ
നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാൽ നമുക്ക് തിരുവെഴുത്ത് അതിൽ വളരെ വ്യക്തമായ വെളിപ്പെടുത്തലുകൾ തരുന്നുണ്ട്. അതുകൊണ്ട് നമുക്കതിനെ ആ നിലയിൽ, കാരണം ദൈവം ത്രിയേകനല്ല എങ്കിൽ അത് ഒരിക്കലും മനുഷ്യരോടുള്ള രക്ഷയോടുള്ള ബന്ധത്തിൽ പോലും നമ്മളെ രക്ഷിക്കുവാനായിട്ട് കഴിയില്ല. ത്രിയേക ദൈവം എന്നുള്ളത് ഒരു വലിയ പരമാർത്ഥമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം, അത് നമ്മളത് പഠിക്കണം. അതറിയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയൊരു അനുഗ്രഹമാണ്. അതുകൊണ്ട് ആ വിഷയങ്ങളിലേക്ക് നമ്മൾ വീണ്ടും പ്രവേശിക്കുക. അപ്പം നമുക്ക് വിശുദ്ധ വേദപുസ്തകം ആരംഭിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, വേദപുസ്തകം ആരംഭിക്കുന്നത് എവിടെയാണ്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം. അവിടെ എന്താ പറയുന്നത്? ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. അപ്പം ആദിയിൽ ദൈവം, അപ്പം ആദിയിൽ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ആരംഭിക്കുന്നത്. അവിടെ ഈ ദൈവം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പ്രയോഗം എബ്രായ ഭാഷയിൽ ഏലോഹീം എന്ന ശബ്ദമാണ്. ഏലോഹീം. അപ്പം ഇവിടെ ഏലോഹീം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ്. അപ്പം നമ്മുടെ ആരംഭത്തിൽ തന്നെ ത്രിത്വത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം ഈ എബ്രായ ഭാഷയിൽ ഒന്ന് എന്നുള്ളതിന് ഏൽ, ഏല എന്നീ വാക്കുകളാണ് അവർ ഏകവചനമായിട്ട് ഉപയോഗിക്കാറുള്ളത്. ഒന്ന് എന്നുള്ളതാണെങ്കിൽ എബ്രായ ഭാഷയിൽ അവർ ഉപയോഗിക്കുന്നത് ശബ്ദങ്ങൾ ഏൽ, ഏല എന്ന ഈ ശബ്ദങ്ങളാണ്. എന്നാൽ അതിൻ്റെ അർത്ഥം തന്നെ ശക്തൻ എന്ന അർത്ഥം, ശക്തൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഏൽ, ഏല എന്നീ ശബ്ദങ്ങളാണ് ഒന്ന് മാത്രമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എബ്രായ ഭാഷയിൽ ഉപയോഗിക്കുന്നത്. അപ്പം എബ്രായ ഭാഷ അറിയാവുന്നവർക്ക് അതിന് ലളിതമായി മനസ്സിലാക്കാനായിട്ട് പ്രയാസമില്ല. നമുക്ക് എബ്രായ ഭാഷ അറിയില്ലാത്തതുകൊണ്ട് നമുക്കത് മനസ്സിലാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്. എന്നാൽ ഇവിടെ അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഏൽ, ഏല, ഈ രണ്ട് വാക്കുകളുടെ അർത്ഥം, ഇത് ഏകവചനമാണ്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ശക്തൻ എന്നാണ്, ശക്തൻ. എന്നാൽ ഏലോഹീം എന്നത് ബഹുവചനമാണ്. ഏലോഹീം എന്നത് ബഹുവചനമാണ്. അതിൻ്റെ അർത്ഥം ശക്തന്മാർ എന്നാണ്, ശക്തന്മാർ. അപ്പം ദൈവത്തെ പറ്റി പറയാനായിട്ട് ഈ ഏലോഹീം എന്ന പ്രയോഗം ഏകദേശം 2700 പ്രാവശ്യം ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നോക്കുക, ദൈവത്തെക്കുറിച്ച് പറയുന്നിടത്ത് അധിക പങ്കും ഉപയോഗിച്ചിരിക്കുന്ന ശബ്ദമാണ് ഏലോഹീം. അപ്പം ഈ ഏലോഹീം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ ശക്തന്മാർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന് 2700 പ്രാവശ്യം ബൈബിളിൽ ഈ പ്രയോഗം കാണാനായിട്ട് കഴിയും. അപ്പം ത്രിയേക ദൈവം അല്ലെങ്കിൽ ഏലോഹീം ചേർന്നാണ് സൃഷ്ടിപ്പ് നടത്തിയത് എന്ന് തിരുവെഴുത്ത് പ്രകടമാക്കുന്നുണ്ട്. ഈ ത്രിയേക ദൈവം ഉൾപ്പെട്ടാണ് സൃഷ്ടിപ്പ് നടത്തിയതെന്ന് വചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. അതിൻ്റെ ചില തെളിവുകൾ നമുക്ക് ആദ്യമായിട്ട് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഈ സൃഷ്ടിപ്പ് നടത്തിയത് പിതാവാണെന്ന്. പിതാവ്, ഏശയ്യാ പ്രവചനം, അതിൻ്റെ ഏശയ്യാ പ്രവചനം 48-ാം അധ്യായം അതിൻ്റെ 12-13 വാക്യം ഞാൻ വായിക്കാം. 48-ാം അധ്യായം 12-13 വാക്യം. യാക്കോബേ, ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലെ, എൻ്റെ വാക്ക് കേൾക്ക. ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും ഞാൻ അന്ത്യനുമാകുന്നു. എൻ്റെ കൈ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, എൻ്റെ വലം കൈ ആകാശത്തെ വിരിച്ചു. ഞാൻ വിളിക്കുമ്പോൾ അവ ഒക്കെയും ഉളവായി വരുന്നു. അപ്പോൾ ഇവിടെ പിതാവായ ദൈവമാണ് ഈ സൃഷ്ടിപ്പ് നടത്തിയതെന്ന് വളരെ വ്യക്തമായും തിരുവെടുത്ത് പറയുക. നോക്കുക. എന്നാൽ നമ്മൾ പുത്രനെ കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് എന്തുവാ? പുത്രനെ കുറിച്ച് വായിക്കുമ്പോൾ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യം ഞാൻ വായിക്കാം. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഒരുപാട് ഇതുണ്ട്. അവിടെ വായിക്കുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പോൾ ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പോൾ നമ്മൾ
ഇത് പുത്രനെ കുറിച്ച് വായിക്കുന്ന കാര്യമാണ്. ഈ കാര്യം എബ്രായ ലേഖനത്തിലും നമുക്ക് കാണാൻ കഴിയും. എബ്രായ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം, അതിൻ്റെ എബ്രായ ലേഖനം 1-ന്റെ 10 മുതൽ 12 വരെ. കർത്താവേ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. കർത്താവേ നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവ എല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും. വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. അപ്പോൾ ഇവിടെയും നമ്മൾ വായിക്കുന്നത് സൃഷ്ടിപ്പ് നടത്തിയിരിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു ആണെന്നാണ്. നമ്മൾ കൊളോസ്യ ലേഖനത്തിലേക്ക് വന്നാൽ വളരെ ഗഹനമായിരിക്കുന്ന രീതിയിൽ അവിടെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. കൊളോസ്യർ 1-ാം അധ്യായം അതിൻ്റെ 16-ഉം 17-ഉം വാക്യം. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നോക്കുക, നമ്മൾ ചിന്തിക്കുക, വളരെ വിലപ്പെട്ട കാര്യമല്ലേ? ഇവയെല്ലാം സൃഷ്ടിച്ചത് കർത്താവായ യേശു ക്രിസ്തു ആണെന്നാണ് ഇവിടെ. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടു പിതാവാണ് സൃഷ്ടിച്ചത്. ഇവിടെ നമ്മൾ കാണുന്നു കർത്താവായ യേശു ക്രിസ്തുവാണ് അത് സൃഷ്ടിച്ചത്. ഇനി നമ്മൾ പരിശുദ്ധാത്മാവാണോ ഈ സൃഷ്ടിപ്പ് നടത്തിയത് എന്ന് വെളിപ്പെടുത്തുന്ന വാക്യങ്ങളുണ്ട്. നമ്മൾ ഇയ്യോബിൻ്റെ പുസ്തകം അതിൻ്റെ 33-ാം അധ്യായം, ഇയ്യോബ് 33-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. ദൈവത്തിൻ്റെ ആത്മാവെന്നെ സൃഷ്ടിച്ചു. ഇതൊക്കെ ഇവിടെ ഇയ്യോബിൻ്റെ പുസ്തകം പറയാണ്, എന്നെ ആരാണ് സൃഷ്ടിച്ചത്? സൃഷ്ടികർത്താവ് ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവെന്നെ സൃഷ്ടിച്ചു. 104-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ 104-ാം സങ്കീർത്തനത്തിൽ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് 104-ന്റെ സ്തോത്രം അതിന് 30-ാം വാക്യം. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു, നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. അപ്പോൾ ഇവിടെ ശ്വാസം എന്ന് പറയുമ്പോൾ അത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ പരിശുദ്ധാത്മാവാണ് ഈ സൃഷ്ടിപ്പ് നടത്തിയതിരിക്കുന്നതെന്ന് വചനം വളരെ വ്യക്തമായും പറഞ്ഞിരിക്കുക. നോക്കുക, അപ്പോൾ പിതാവാണ് സൃഷ്ടിപ്പ് നടത്തിയതെന്നും പുത്രനാണ് സൃഷ്ടിപ്പ് നടത്തിയതെന്നും പരിശുദ്ധാത്മാവാണ് സൃഷ്ടിപ്പ് നടത്തിയതെന്നും ഇവിടെ പറഞ്ഞിരിക്കുക. എന്ന് പറഞ്ഞാൽ സൃഷ്ടിപ്പിൽ ത്രിയേക ദൈവം ഒരുമിച്ച് നിന്നാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഇവിടെ ഈ വചനങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഞാനൊരു കാര്യം പറയാം. ഈ ത്രിത്വ നിഷേധികളായ യഹോവ വിറ്റ്നസ്സുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വാക്യം ഏതാണെന്നറിയാമോ? അത് ആവർത്തന പുസ്തകത്തിലെ 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യമാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം എന്താ പറയുന്നത്? ഇസ്രായേലേ കേൾക്ക, യഹോവ നമ്മുടെ ദൈവമാകുന്നു, യഹോവ ഏകൻ തന്നെ. അപ്പോൾ ഇവിടെ പറയുന്ന ഈ വാക്കാണ് യഹോവ വിറ്റ്നസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ പിടിവള്ളി. നോക്കണേ, എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്നാ അറിയാമോ? ഇവിടെ പറയുന്നിരിക്കുന്ന ഈ വാക്യം, ഇവിടെ വാക്യം പറഞ്ഞിരിക്കുന്നുണ്ട് എബ്രായ ഭാഷയിൽ. ഏകൻ എന്നുള്ളതിന് യാചീഡ് എന്ന വരേണ്ടത് എന്ന് പറഞ്ഞാൽ അവർ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള അർത്ഥം വരണമെങ്കിൽ അവിടെ 2 വാക്കുകളുണ്ട് ഇതിന് ഉപയോഗിക്കാറുള്ള, യാചീഡ് അല്ലെങ്കിൽ എഖാദ്, ഈ 2 പദങ്ങൾ. അപ്പോൾ ഈ യാചീഡ് എന്ന വാക്കിന് അവിഭാജ്യമായ ഏകമെന്ന അർത്ഥമാണ്. അവിഭാജ്യമായ എന്ന് പറഞ്ഞാൽ അതിനെ വിഭജിക്കാനായിട്ട് സാധ്യമല്ല. എന്നാൽ ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന ആ വാക്ക് ഈ മറ്റ് പലരും ചേർന്നുണ്ടാകുന്ന ഒരു പദത്തിനാണ് എഖാദ് എന്ന് എബ്രായ ഭാഷയിൽ ഉപയോഗിക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെ ഈ ആവർത്തനം 6-ന്റെ 4 വായിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്നത് യാചീഡ് എന്നല്ല, അവിടെ എഴുതിയിരിക്കുന്നത് എഖാദ് എന്നാണ്. നോക്കുക, അപ്പോൾ എഖാദ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, അതിൽ ഒന്നിലധികം വ്യക്തികൾ ഉണ്ട് എന്നത് വ്യക്തമാണ്.
അപ്പോൾ ഒന്നിലധികമുള്ള ഏകത്വത്തിനാണ് എക്കാദ് എന്ന് ഉപയോഗിക്കുന്നത്. ഒന്ന് മാത്രമേ ഉള്ളെങ്കിൽ അതിന് എബ്രായ ഭാഷയിൽ ഉപയോഗിക്കുന്ന പദം യാചീഡ് എന്നാണ്. ഇത് വളരെ ശ്രദ്ധിക്കണം. ഇതൊക്കെ ഈ ഭാഷയെ അറിയാമെങ്കിൽ അതൊക്കെ നമുക്ക് ലളിതമായി മനസ്സിലാക്കാം. ആ ഭാഷയൊക്കെ അറിയത്തില്ല അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ഈ ആവർത്തനം 6:4 ഉപയോഗിച്ചിരിക്കുന്നത് എക്കാദ് എന്ന പദമാണ്. അത് ബഹുത്വം ഉൾക്കൊള്ളുന്ന ഏകത്വമാണ്. ബഹുത്വം ഉൾക്കൊള്ളുന്ന ഏകത്വമാണ്. നമുക്കറിയാം, പിന്നെ ആദാമും ഹവ്വയും അവർ ഒരു ദേഹമായി തീരുന്ന ഒരു ദേഹമായി തീരും. അവിടെ അവർ രണ്ട് വ്യക്തികളുണ്ട്, പക്ഷെ അവിടെ ഒന്നായി ചേരും എന്നുള്ള അവിടെയുമുള്ള ഉപയോഗം എക്കാദ് എന്ന എക്കാദ്. അപ്പോൾ ഒന്നിലധികം ചേരുന്നതിനെയാണ് എക്കാദ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, അവര് പറയുന്ന ആവർത്തനം 6:4 യഹോവ ഏകൻ തന്നെ എന്നുള്ള അത് പിന്നെ ഒരു വ്യക്തി മാത്രമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ യാചീഡ് എന്ന് വരണമായിരുന്നു. എന്നാൽ അവിടുത്തെ പ്രയോഗം യാചീഡ് എന്നല്ല, എക്കാദ് എന്നാണ്. അതിൻ്റെ അർത്ഥം അവിടെ ഒന്നിലധികം ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അത് തന്നെ ഒരു വലിയ ഒരു തെളിവാണ്. അത് നമ്മൾ വളരെ നന്നായി മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. രണ്ടാമത് നമുക്ക് നോക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ ത്രിയേകത്വത്തെക്കുറിച്ച് പറയാൻ കഴിയുന്ന ഒരു വാക്യം ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 1-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത്, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക. അപ്പോൾ നാം നമ്മുടെ, ഇപ്പം ഇവിടുത്തെ പ്രയോഗം നാം നമ്മുടെ എന്നുള്ളതാണ്. അപ്പം നാം നമ്മുടെ എന്നത് നമ്മുടെ നാട്ടിലൊക്കെ അല്ലെങ്കിൽ മലയാളികളൊക്കെ പറയുന്നത് അത് രാജാക്കന്മാർ അവർക്ക് തന്നെ നോം എന്നുള്ള വലിയ പൂജ്യനാമം അവർ ഉപയോഗിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു ബഹുമാനാർത്ഥമുള്ള ഒരു പദമാണ്, പ്രയോഗമാണ് എന്നൊക്കെയാണ് പലരും പറയാറുള്ളത്. എന്നാൽ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ബൈബിളിൽ അനേക രാജാക്കന്മാരുടെ ചരിത്രം കാണാം. അപ്പോൾ അവിടെയൊന്നും ഒരു രാജാവ് പോലും ഇങ്ങനെയൊരു പ്രയോഗം പ്രയോഗിച്ചിരിക്കുന്നതായിട്ട് നാം നമ്മുടെ എന്നീ പദങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ ദൈവം തന്നെ കുറിച്ച് പറയുന്നത് ഈ പദങ്ങൾ പൂജകനാമമല്ല. പൂജകനാമമായിരുന്നെങ്കിൽ പിന്നീടുള്ള സന്ദർഭങ്ങളിൽ ദൈവം തന്നെ അപ്രകാരം ഉപയോഗിക്കുമായിരുന്നു. ദൈവം തന്നെ പറ്റി ഒരിക്കലും പൂജക ബഹുവചന നാമം ഉപയോഗിച്ചിട്ടില്ല. അവിടെയെല്ലാം ദൈവം ഉപയോഗിക്കുന്നത് ഞാൻ, എൻ്റെ, എനിക്ക് എന്നിങ്ങനെയുള്ള പദങ്ങളാണ്. വളരെ ശ്രദ്ധിക്കണം. നാം എന്ന പദം ദൈവമോ അല്ല രാജാക്കന്മാരോ ബൈബിളിൽ ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല. നമ്മൾ അതിന് ഉദാഹരണമായിട്ട് നമ്മൾ ഉൽപ്പത്തി പുസ്തകം തന്നെ അതിൻ്റെ 12-ാം അധ്യായം വളരെ നമ്മൾ ഈ സത്യങ്ങളൊക്കെ ശരിയായ നിലയിൽ മനസ്സിലാക്കേണ്ടത് എത്രയോ അനിവാര്യമാണ്. അബ്രഹാമിനെ വിളിക്കുന്നതിനുള്ള ബന്ധത്തിൽ അവിടെ ദൈവം പറയുന്ന കാര്യം, യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന, കണ്ടോ, ഞാൻ നിന്നെ, നോം എന്നുള്ള പദമല്ല, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിക്കും, നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. അപ്പൊ ഇവിടെയെല്ലാം കാണുന്നത് ഞാൻ എന്നുള്ള പദപ്രയോഗം. അവിടെ ബഹുവചന രൂപമായിട്ട് ഒരു പദം ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. വീണ്ടും നമ്മൾ വായിക്കുമ്പോൾ സംഖ്യാപുസ്തകം അതിൻ്റെ സംഖ്യാപുസ്തകം 25-ാം അധ്യായം, സംഖ്യാപുസ്തകം അവിടെ വളരെ ഗഹനമായിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ കാണാൻ കഴിയും. അതിൻ്റെ 25-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം വളരെ ശ്രദ്ധിക്കണേ. അവിടെ ദൈവം തന്നെക്കുറിച്ച് പറയുന്നത്, ഞാൻ എൻ്റെ തീഷ്ണതയിൽ ഇസ്രായേൽ മക്കളെ സംഹരിക്കാതിരിക്കേണ്ടതിന് അഹരോൻ പുരോഹിതൻ്റെ മകനായ ഏലയാസിൻ്റെ മകൻ ഫിനെഹാസ് അവരുടെ ഇടയിൽ എനിക്ക് വേണ്ടി, അപ്പോൾ എനിക്ക് വേണ്ടി തീഷ്ണതയുള്ളവനായി എൻ്റെ ക്രോധം
ഇസ്രായേൽ മക്കളെ വിട്ടുമാറുമാറാക്കിയിരിക്കുന്നു. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഈ 3 പ്രയോഗം ദൈവം പ്രയോഗിക്കുന്നുണ്ട്. ഞാൻ, എനിക്ക് വേണ്ടി, എൻ്റെ. നോക്കുക, ഇവിടെയൊന്നും നാം എന്നുള്ള ആ പൂജ്യ നാമം ദൈവം ഉപയോഗിച്ചിട്ടില്ല. എത്ര ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമാണ്. അപ്പോൾ സാധാരണ നിലയിൽ പറയുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ദൈവം ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ അതെ ഞാൻ എന്ന, ഞാൻ, എൻ്റെ, എനിക്ക്. ഇത് നമ്മൾ അതേ ഒരുപാട് സ്ഥലത്തുണ്ട്. 27-8 വാക്യം വായിക്കുമ്പോൾ അവിടെയും വായിക്കുന്നത്, നീ ഇസ്രായേൽ മക്കൾ പറയേണ്ടത് എന്നാൽ ഒരുത്തൻ മകനില്ലാതെ മരിച്ചാൽ, അതിൻ്റെ 27-18 യഹോവ മോശയോട് കൽപ്പിച്ചത് എൻ്റെ ആത്മാവുള്ള പുരുഷനായി നൂന്റെ മകനായ യോശുവ. അപ്പോൾ എൻ്റെ ആത്മാവ്. അപ്പം ഇവിടെയെല്ലാം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രയോഗം, അവിടെയൊന്നും ആ പൂജകനാമം എന്ന് പറയുന്ന നാം എന്ന ഒരു പ്രയോഗം ദൈവം തന്നെ ഉപയോഗിച്ചിട്ടില്ല എന്ന് കാണാൻ കഴിയും. അത് വളരെ നമുക്ക് ഒന്നുകൂടെ കർത്താവിനെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് പറ്റിയ കാര്യമാണ്. രണ്ടാമത്, നമുക്കറിയാം മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം. ഉൽപ്പത്തി പുസ്തകം 3:22. മനുഷ്യൻ, യഹോവയായ ദൈവം മനുഷ്യൻ നന്മതിന്മകളെ അറിയുവാൻ തക്കവണ്ണം നമ്മിൽ ഒരുത്തിനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു. ഇതാ നമ്മിൽ ഒരുത്തിനെ പോലെ. അപ്പോൾ നമ്മിൽ എന്ന് പറയണമെങ്കിൽ അവിടെ എന്താണ്? ദൈവം ഒരാളാണെങ്കിൽ അവിടെ നമ്മിൽ എന്ന പ്രയോഗം വരുമോ? ദൈവം ആരോടാണ് സംസാരിക്കുന്നത്? അപ്പോൾ ഇവിടെ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയും, ഇവിടെ ദൈവം അവിടുന്ന് ഒരുവനല്ല ത്രിയേകനാണ് എന്ന് ഈ വാക്യങ്ങളിൽ കാണാൻ കഴിയും. വീണ്ടും നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ അതിൻ്റെ 11-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കറിയാം മനുഷ്യൻ ചിതറിപ്പോയി. അപ്പോൾ മനുഷ്യനെടുക്കുന്ന നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ബാബേൽ കോട്ട അവർ പണിതു. ആ സമയത്ത് ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ ഉൽപ്പത്തി 11-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം, വരുവിൻ നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിക്കേണ്ടതിന് അവരുടെ ഭാഷ കലക്കിക്കളയുക എന്ന് അരുളി ചെയ്തു. അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നാം ഇറങ്ങിച്ചെന്ന്. അപ്പൊ ഇവിടെ പറയുന്ന അവിടെ പറഞ്ഞിരിക്കുന്ന പ്രയോഗം എന്താണ്? വരുവിൻ. അപ്പോൾ ഇവിടെ കുറഞ്ഞ പക്ഷം വേറെ 2 പേരുടെ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. വരുവിൻ. അപ്പൊ ആരെയാ വിളിക്കുന്നേ? അപ്പോൾ ദൈവം ഏകനല്ല, ത്രിയേകനാണെന്ന് ലളിതമായി മനസ്സിലാക്കാൻ ഇവിടെ കഴിയുന്ന കാര്യമാണ്. ഇനിയും നമ്മൾ തിരുവഴുത്തിൽ വായിക്കുമ്പോൾ യേശയ്യാ പ്രവചനത്തിൽ യേശയ്യാവിനുണ്ടാകുന്ന ദർശനത്തിൽ ഒരു കാര്യം നമുക്ക് കാണാൻ കഴിയും. യേശയ്യാവിൻ്റെ ദർശനത്തിൽ അതിൻ്റെ 6-ാം അധ്യായം 8-ാം വാക്യത്തിൽ അവിടെ ചോദിക്കുന്നതിനാണ്, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം. അപ്പം ഇവിടെ ദൈവം പറയാണ്, അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും. നമുക്ക് വേണ്ടി ആർ പോകും? നോക്കുക, അവിടെയും ആർ നമുക്ക് വേണ്ടി പോകും. ഇവിടെ കർത്താവിനെയും വേറെ ചിലരെയും ഉൾക്കൊള്ളുന്നു എന്ന് നമുക്ക് ഈ വാക്യത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, അതിൻ്റെ 3-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ച്, 6:3 അവിടെ 3-ാം വാക്യത്തിൽ ഒരുത്തനോട് ഒരുത്തൻ, ഇത് സറാബുകൾ പരസ്പരം പറയുന്ന കാര്യമാണ്. സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. എത്ര പ്രാവശ്യം പറഞ്ഞു? 3 പ്രാവശ്യം. നോക്കുക, അപ്പം ഈ വാക്കുകൾ പറയുമ്പോൾ തന്നെ ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം ഏകനല്ല, ദൈവത്വത്തിൽ ബഹുത്വമുണ്ട്. ആ സറാബുകൾ 3 പ്രാവശ്യം പറയാൻ കാരണം അവിടെ ത്രിയേക ദൈവത്തിൻ്റെ ഉപസ്ഥിതി ഉണ്ടെന്ന് തന്നെയാണ്.
വളരെ വ്യക്തമായിട്ടും നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല, ഇതേ യേശയ്യാവ് 48-ാം അധ്യായം, നമ്മൾ 48-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 16-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് 16-ന്റെ അവസാനം, ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും എൻ്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. കണ്ടോ, ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും തൻ്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. അപ്പോൾ യഹോവയായ കർത്താവ് എന്നെ, ആത്മാവിനെ, ഇവിടെ മൂവരെയും കാണാം. എത്ര ക്ലിയറാ പ്രിയമുള്ളവരെ, എത്ര ക്ലിയറാണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഈ വിഷയം നമ്മൾ വളരെ ഗഹനമായി മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ നമ്മൾ ഗ്രേറ്റ് കമ്മീഷനൊക്കെ സാധാരണ പറയാറുണ്ടല്ലോ. അവിടെ പറഞ്ഞിരിക്കുന്ന ആ പ്രയോഗത്തിലും കർത്താവ് എന്താ പറഞ്ഞേ? മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 19-ാം വാക്യം, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും. നോക്കുക, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമങ്ങളിൽ എന്നല്ല, നാമത്തിൽ എന്ന ഏകവചനത്തിലാണ് അത് കൊണ്ടുപോയി അവസാനിപ്പിക്കുന്നത്. ഇത് ദൈവാത്മാവുണ്ടെങ്കിൽ നമുക്ക് വളരെ ലളിതമായി മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ചിന്തിക്കുക. മാത്രമല്ല, നമ്മൾ സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ മൂവറുണ്ടെന്നാണ്. നമ്മൾ 1 യോഹന്നാൻ 5-ാം അധ്യായം വളരെ ഒരു വിലപ്പെട്ട സാക്ഷ്യം തന്നെയാണ്. 1 യോഹന്നാൻ 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം അവിടെ വായിക്കുന്നത്, ആത്മാവ് സാക്ഷ്യം പറയുന്നു, 7-8, ആത്മാവ് സാക്ഷ്യം പറയുന്നു, ആത്മാവ് സത്യമല്ലോ, സാക്ഷ്യം പറയുന്നവർ മൂവറുണ്ട്, ആത്മാവ്, ജലം, രക്തം, ഈ മൂന്നിൻ്റെയും സാക്ഷ്യം ഒന്ന് തന്നെ. അപ്പം അത് KJV പരിഭാഷയിൽ പറഞ്ഞിരിക്കുന്നത് പിതാവ്, വചനം, പരിശുദ്ധാത്മാവ്, ഈ മൂവരും ഒന്നാകുന്നു എന്ന്. അങ്ങനെയാണ് വരേണ്ടത് വാസ്തവത്തിൽ. അപ്പോൾ ഇവിടെയും നമുക്ക് കാണാൻ കഴിയുന്നത് സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ മൂവറുണ്ട്. ആരൊക്കെയാണ്? പിതാവ്, വചനം എന്ന് പറഞ്ഞാൽ പുത്രൻ, പരിശുദ്ധാത്മാവ്. കണ്ടോ, എത്ര വലിയ കാര്യമാണ്, എത്ര ആഴമായ കാര്യമാണ്. നമ്മൾ ചിന്തിക്കണം ദൈവമക്കളെ. ഞാനിച്ചിരി വേഗത്തിൽ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കത് ഗ്രഹിക്കാൻ കഴിഞ്ഞോ എന്നെനിക്ക് അറിയില്ല. എങ്കിലും ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു നിങ്ങളിതിനെ വീണ്ടും വീണ്ടും കേട്ട് ഈ കാര്യം ഒന്ന് നന്നായിട്ട് ഗ്രഹിക്കണമേ. അപ്പം സൃഷ്ടിപ്പിൽ നമുക്ക് ദൈവത്തെ കാണാൻ പറ്റും. നാം നമ്മുടെ സ്വരൂപത്തിൽ എന്നാണ്, അല്ല സൃഷ്ടിപ്പിൽ ദൈവം, ആദിയിൽ ദൈവം എന്ന് പറയുന്ന സ്ഥലത്ത് ഉപയോഗിച്ചിരിക്കുന്ന പദം എലോഹീം എന്ന പദമാണ്. അവിടെ നമുക്ക് ത്രിയേക ദൈവത്തെ കാണാൻ പറ്റും. രണ്ടാമത്, മനുഷ്യന്റെ സൃഷ്ടിപ്പിൽ നാം നമ്മുടെ സ്വരൂപത്തിൽ, അപ്പോൾ നാം നമ്മുടെ എന്നുള്ള ബഹുവചന രൂപമാണ് അവിടെയും ഉപയോഗിച്ചിരിക്കുന്നത്. മൂന്നാമത് നമ്മൾ കാണുന്നത്, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ ദൈവം പറയാണ് നമ്മളെ പോലെ ഒന്നായി തീർന്നു, നമ്മെ പോലെ. ഉണ്ടോ, നമ്മെ പോലെ. അവിടെ ദൈവം പറയുന്നത് എന്താണ്? ഇവിടെ യഹോവയായ ദൈവം പറയുന്നു, ദൈവം പറയാണ്, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ പറയാണ് ആ മനുഷ്യൻ നമ്മെ പോലെ. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മെ പോലെ. അവിടെയും ബഹുവചനം നമുക്ക് കാണാൻ കഴിയും. ബാബേൽകോട്ട പണിതപ്പോൾ വരുവിൻ എന്ന് പറയണമെങ്കിൽ അവിടെയും ഒന്നിലധികമുണ്ട് എന്ന് കാണുവാനായിട്ട് കഴിയും. വീണ്ടും നമ്മൾ കണ്ടത് യേശയ്യാവിൻ്റെ ദർശനത്തിലാണ്. അവിടെയും നമ്മൾ കാണുന്നത്, ഇപ്പോഴോ യഹോവയായ കർത്താവ് എന്നെയും എൻ്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് വേണ്ടി ആർ പോകുമെന്ന് പറയുമ്പോൾ നമുക്ക് മറ്റൊരു ഭാഗത്ത് വായിക്കുന്നത് യഹോവയായ ദൈവം. അപ്പോൾ ഒരു വ്യക്തി യഹോവയായ ദൈവം, 2 കർത്താവ് എന്നെയും തൻ്റെ ആത്മാവിനെയും അയച്ചിരിക്കുന്നു. എന്നെയും തൻ്റെ ആത്മാവിനെയും. ഇവിടെ എല്ലാം വളരെ ലളിതമായിട്ട് നമുക്ക് ഏക ദൈവത്തെ കാണുവാനായിട്ട് കഴിയും. മാത്രമല്ല, നമ്മൾ സ്നാനം ഏൽക്കുമ്പോൾ ആ സ്നാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നൽകണം എന്നാണ് കർത്താവ് കൽപ്പിച്ചത്. അപ്പോൾ അതിനൊന്നും ഒരു മാറ്റമില്ലാത്ത കാര്യമാണ്. 7-മതൊരു കാര്യം, സ്വർഗത്തിൽ പറയുന്ന സാക്ഷ്യം പിതാവ്, വചനം, പരിശുദ്ധാത്മാവ്, ഇവരുടെ സാക്ഷ്യം ഒന്നാകുന്നു എന്നാണ്. എത്ര ഗഹനമായല്ലേ. ഞാൻ ഇച്ചിരി സമയം നമുക്ക് ലാഭിക്കാൻ വേണ്ടി അല്പം സ്പീഡിൽ പോയി, ക്ഷമിക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിതിനെ വളരെ ഗഹനമായിട്ട് പഠിക്കണം. കർത്താവ് അനുവദിച്ചാൽ നാളെ
ത്രിയേക ദൈവത്തിൻ്റെ 9 കാര്യങ്ങളിലുള്ള തെളിവ്, 9 കാര്യങ്ങളുടെ തെളിവ് കർത്താവ് അനുവദിച്ചാൽ, കർത്താവ് ഇന്ന് വന്നില്ല എങ്കിൽ നാളെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം എന്ന് ആഗ്രഹിക്കുന്നു. നിശ്ചയമായും ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തോടെ ഈ സത്യങ്ങൾ ആഴമായി ഗ്രഹിക്കുവാൻ, പഠിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.